നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന വീട് 10 സെൻറ് സ്ഥലത്തിൽ 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം 4 ബാത്റൂമോട് കൂടിയ വീടാണ്. ഒരിക്കലും പറ്റിയില്ലാത്ത കിണർ വെള്ളമുണ്ട്. വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൃത്യം പാലാ ടൗണിൻ്റെ സെൻറ്ററായിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ വീടിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില വെറും 42 ലക്ഷം രൂപയാണ് കേട്ടോ. ചെറിയൊരു മാറ്റമേ വരുള്ളൂ. ലാസ്റ്റ് പ്രൈസ് എന്നുള്ള രീതിയിലാണ് ഉടമസ്ഥൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ നെയിം 24 പ്രോപ്പർട്ടി ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും. ഇതുപോലെയുള്ള ലോ ബഡ്ജറ്റിൻ്റെ നല്ല നല്ല വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അപ്പോൾ ഇത് കണ്ടോ, നല്ല വീതിയുള്ള പഞ്ചായത്ത് റോഡ് ചേർന്നാണ് കേട്ടോ ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. പാലാ മുനിസിപ്പാലിറ്റിയുടെ അതിർത്തിയായിട്ടാണ് കേട്ടോ ഈ വീട്. ഈ വീടിൻ്റെ തൊട്ടങ്ങേ അപ്പുറത്തെ വീടാണെങ്കിൽ പാലാ മുനിസിപ്പാലിറ്റി വരുന്ന വീടാണ്. ഇത് വരുന്നത് മുത്തോലി പഞ്ചായത്തിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ 10 സെൻറ് സ്ഥലത്തിൽ 2200 സ്ക്വയർ ഫീറ്റിലാണ് കേട്ടോ ഈ രണ്ട് നില വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ല വലിപ്പമുള്ള 4 ബെഡ്റൂംസ് ഉണ്ട്. അതുപോലെ തന്നെ 4 ബാത്റൂം ഉണ്ട്. നല്ല സൗകര്യമുള്ള ലിവിങ് ഹാള്, ഡൈനിങ് ഹാള്, കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്ന കിച്ചണ്, വർക്ക് ഏരിയ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമും മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമും ഓപ്പൺ ആയിട്ടുള്ളൊരു റൂഫ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ തന്നെ കാണാൻ നല്ലൊരു ഗേറ്റൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വിശാലമായിട്ടുള്ളൊരു മുറ്റമാണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം കൃഷികൾ കാര്യങ്ങളൊക്കെ ചെയ്യാനാണെങ്കിലും ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഈ 10 സെൻറ് സ്ഥലത്തിൽ കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി നല്ല മനോഹരമാക്കി ഇട്ടിരിക്കുന്നതാണ്. ഈ കോമ്പൗണ്ട് വാളിനോട് ചേർന്ന് തന്നെ ഇത് കണ്ട് ഈ വലത്തെ സൈഡിൽ കൂടെ കാണാം നമുക്ക് ഇഷ്ടംപോലെ ഫലവൃക്ഷങ്ങൾ കൃഷികളൊക്കെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മളത് വീഡിയോ കാണിക്കുന്നുണ്ട്. നല്ല കായ്ഫലമുള്ള 2 തെങ്ങുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഏകദേശം ഫുള്ള് ഏരിയ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ വളരെ ലാഭത്തിലുള്ളൊരു വീടാണ് കേട്ടോ. നിങ്ങൾക്ക് വളരെ ലാഭത്തിൽ മേടിക്കാൻ സാധിക്കുന്ന ഒരു വീടാണ്. കാരണം പാലാ ടൗണിൽ കൃത്യം നമ്മൾ പാലാ ടൗണിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഈ വീട്ടിലോട്ട് കൃത്യം 1.5 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. അപ്പോൾ അത്രയും സൗകര്യത്തിന് സ്ഥിതി ചെയ്യുന്ന ഈ വീടിന് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന ലാസ്റ്റ് പ്രൈസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് 42 ലക്ഷം രൂപയാണ് കേട്ടോ. ചിലപ്പോഴൊക്കെ നമുക്ക് പെട്ടെന്നുള്ള ഇടപാടുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ചെറിയൊരു മാറ്റം കൂടി വരുത്തി മേടിക്കാവുന്നതാണ്. അപ്പോൾ ഇതുകൊണ്ട് ഈ വീടിൻ്റെ 10 സെൻറ് സ്ഥലത്തിൽ നമുക്ക് ബാക്ക് സൈഡ് കൂടുതൽ സ്ഥലങ്ങൾ വരുന്നുണ്ട്. ഈ സൈഡിലാണെങ്കിൽ ഇഷ്ടംപോലെ വാഴ അതുപോലെ തന്നെ കുറേ കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല കായ്ഫലമുള്ള 2 തെങ്ങുകളുണ്ട് കേട്ടോ. നമുക്ക് പുറത്തുനിന്ന് തേങ്ങയൊന്നും മേടിക്കേണ്ട കാര്യമില്ല. ഈ സാധാരണ നമുക്കറിയാം ടൗണിലൊക്കെ താമസിക്കുന്നവർക്ക് തെങ്ങ് അങ്ങനെയുള്ള തേങ്ങയൊക്കെ കുറവായിരിക്കും. എന്നാൽ ഇവിടെ നമുക്ക് നല്ല കായ്ഫലമുള്ള തെങ്ങുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വാഷ് ഏരിയ വരുന്നുണ്ട് ബാക്ക് സൈഡിൽ. ഇതുകൊണ്ട് ഒരിക്കലും പറ്റിയില്ലാത്ത കിണർ വെള്ളം വീടിൻ്റെ ഒരു ബാക്ക് സൈഡിലായിട്ട് നമുക്ക് ഒരിക്കലും പറ്റിയില്ലാത്ത കിണർ വെള്ളം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 കണക്ഷൻ ഉണ്ട് കേട്ടോ. നമുക്ക് 2 കണക്ഷൻ ഉണ്ട്. അത് നമുക്ക് വെള്ളത്തിനൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ നമുക്ക് പാലാ ടൗണൊക്കെ അടുത്തായിട്ട് നിങ്ങളൊരു ലോ ബഡ്ജറ്റിൻ്റെ ഒരു നല്ലൊരു വീട് നോക്കുന്നവർക്ക് ഈ വീട് ധൈര്യമായിട്ടും വന്ന് നോക്കാം കേട്ടോ. കാരണം വളരെ വില കുറവാണ്. നമുക്കറിയാം ഒരു 2200 സ്ക്വയർ ഫീറ്റ് അതുപോലെ തന്നെ 10 സെൻറ് സ്ഥലത്തിൻ്റെ വില നമുക്കറിയാം. പാലാ ടൗണിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ മാറി പാലാ നമ്മുടെ ഹൈവേ അതായത് പാലാ പൊൻകുന്നം ഹൈവേന്ന് വെറും ഒരു 600 മീറ്റർ മാറിയാണ് കേട്ടോ ഈ ഒരു വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഇത് പുറത്ത് വരുന്നൊരു കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂമാണ് കേട്ടോ. നമ്മൾ വീടിൻ്റെ ഇൻസൈഡ് വീഡിയോയും കാണിക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഈ വീട് ഒരു 6 വർഷം മുമ്പ് ഫുള്ളായിട്ട് നല്ല രീതിയിൽ തന്നെ നല്ല ടൈലൊക്കെ ഇട്ട് പുതുക്കി പണിത വീടാണ് കേട്ടോ. ഏകദേശം ഈ വീടിന് പഴക്കമെന്ന് പറയുന്നത് ഏകദേശം ഒരു 20 വർഷം പഴക്കം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പഴക്കമെന്ന് പറഞ്ഞാലും നമ്മൾ ആദ്യമേ പറഞ്ഞു 6 വർഷം മുമ്പ് ഇത് മൊത്തത്തിലൊന്ന് പുതുക്കി പണിതതാണ്. ടൈല് മാറി അതുപോലെ തന്നെ വയറിങ് പ്ലംബിങ് അങ്ങനെയുള്ള ബാത്റൂമിലെല്ലാം ഇത് മാറി അങ്ങനെ എല്ലാം ഒരു 6 വർഷത്തെ പഴക്കം മാത്രമേ ഉള്ളൂ. നല്ല രീതിയിൽ തന്നെ പെയിൻ്റൊക്കെ അടിച്ച് എല്ലാ ജനൽപ്പാളികൾക്കും കർട്ടനൊക്കെ ഇട്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഫർണിച്ചറെല്ലാം ഉൾപ്പെടെ നമുക്ക് ഈ വീട് മേടിക്കാവുന്നതാണ് കേട്ടോ. ഫർണിച്ചറെല്ലാം ഉൾപ്പെടെയാണ് ഉടമസ്ഥൻ ഈ വീടിന് വില പറയുന്നത്. ഒരു വീട്ടിൽ ആവശ്യമായിട്ടുള്ള അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഈ വീട്ടിൽ. അപ്പോൾ ഫർണിച്ചർ ഉൾപ്പെടെ നമുക്ക് ഈ വീട് മേടിക്കാൻ സാധിക്കുന്നതാണ്. ഇതുകൊണ്ട് നല്ല വിശാലമായിട്ടുള്ള ലിവിങ് ഹാള്, ഡൈനിങ് ഹാളാണ്. അതുപോലെ തന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു താഴത്തെ നിലയിൽ 2 ബെഡ്റൂം വരുന്നുണ്ട്. 1 അറ്റാച്ച്ഡും 1 കോമൺ ബാത്റൂമുമാണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ ആൾതാമസം ഉള്ളത് കൊണ്ട് നമ്മൾ മൊത്തം ഒന്ന് കാണിക്കുന്നില്ല കേട്ടോ. ഏകദേശം ഒന്ന് നിങ്ങൾക്കൊരു ഐഡിയ ലഭിക്കാനായിട്ട് നമ്മൾ കാണിക്കുകയാണ്. ഇത് അവിടെ കോമൺ ബാത്റൂം വരുന്നത്. സ്റ്റെപ്പ് കയറി വരുമ്പോൾ വലത്തെ സൈഡിൽ നമുക്ക് ഇവിടെ ഒരു കോമൺ ബാത്റൂം കാണാം.
അപ്പോൾ നമ്മൾ രണ്ടാമത്തെ നിലയിലോട്ട് വരുമ്പം നമുക്ക് മുകളിലത്തെ നിലയിലാണെങ്കിൽ 2 ബെഡ്റൂം ഉണ്ട്. അപ്പോൾ ഈ ഉടമസ്ഥൻ ഇവിടുന്ന് നാട്ടിൽ നിന്ന് തിരുവനന്തപുരത്തോട്ട് മാറാൻ വേണ്ടിയാണ് കേട്ടോ ഈ ഒരു മനോഹരമായിട്ടുള്ളൊരു വീട്. ഇതുകൊണ്ട് ഈ ബെഡ്റൂമിൻ്റെ വലുപ്പമൊക്കെ കണ്ടോ. അപ്പോൾ ഇത്രയും വലിയൊരു നല്ലൊരു സൗകര്യമുള്ള ബെഡ്റൂംസൊക്കെ ഉള്ള നല്ലൊരു വീട് കൊടുക്കുന്നത് ഉടമസ്ഥന് അത്യാവശ്യമായിട്ട് മകൻ്റെ അടുത്തോട്ട് തിരുവനന്തപുരത്തോട്ട് പോകാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇത് നമ്മുടെ റൂഫ് ഏരിയ ആണ്. ഇവിടെ വേണം നമുക്ക് റൂഫ് ചെയ്യാം, ഓപ്പണായിട്ട് ക്ലോത്തൊക്കെ ഇടാനായിട്ട്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ക്ലോത്തൊക്കെ ഇടാനൊരു സൗകര്യമുണ്ട്. ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞിരുന്ന 2 തെങ്ങുണ്ടെന്ന്. ഇപ്പം അത്ര അടുത്തായതുകൊണ്ട് നമുക്ക് നമ്മുടെ ഫലവൃക്ഷത്തിൽ, അതായത് തെങ്ങയിലെ കായൊക്കെ നമ്മൾ കണ്ടു. ഇത് നമ്മുടെ കിച്ചണ് വർക്ക് ഏരിയ വരുന്നതാണ് കേട്ടോ. കിച്ചണ് വർക്ക് ഏരിയയിലൊക്കെ നമ്മളിത് കണ്ടോ, കബോർഡ് വർക്കുകൾ, ഇഷ്ടംപോലെ കബോർഡ് വർക്കുകളുണ്ട്. വർക്ക് ഏരിയയിലാണെങ്കിലും നല്ലൊരു സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ വീട് ഇഷ്ടമായെങ്കിലും മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം.